ഹായ് ഓൾ. നമ്മൾ മലയാളത്തിൽ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ പോയി എന്നുള്ളത് അല്ലേ. അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഷോപ്പിങ്ങിന് പോയി എന്ന് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ ഗോ ടു ഷോപ്പിംഗ് എന്നാണോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എങ്കിൽ അത് തെറ്റാണ്. കറക്റ്റ് ഫോം എന്ന് പറയുന്നത്, സ്റ്റാൻഡർഡൈസ്ഡ് ഫോം എന്ന് പറയുന്നത് ഐ ഗോ ഷോപ്പിംഗ് എന്നാണ്. അതായത് നമ്മൾ ഗോക്ക് ശേഷം പറയുന്നത് എന്താണോ, ഏത് വേർബാണോ അതിൻ്റെ ജെറണ്ട് ഫോം പറഞ്ഞാൽ മതി. എന്താണ് ഈ ജെറണ്ട് ഫോം? ജെറണ്ട് ഫോം സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വേർബ് ഗോ ആണെങ്കിൽ അതിൻ്റെ കൂടെ ING ഫോം ചേർത്താൽ ജെറണ്ട് ഫോമായി. ഫോർ എക്സാമ്പിൾ, ഗോയിങ് അല്ലെങ്കിൽ സ്വിമ്മിങ്, ഡാൻസിങ്, ഹൈക്കിംഗ്, വാച്ചിങ്, ഇതൊക്കെ എന്താണ്? ജെറണ്ട് ഫോമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് ഗോക്ക് ശേഷം പറയുമ്പോൾ എപ്പോഴും ജെറണ്ട് ഫോം യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്വിമ്മിങ്ങിന് പോയി, ഐ ഗോ സ്വിമ്മിങ്. ഞങ്ങൾ വാച്ച് ചെയ്യാൻ പോയി, വി ഗോ വാച്ചിങ്. ഞങ്ങൾ ഹൈക്കിങ്ങിന് പോയി, വി ഗോ ഹൈക്കിങ്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ഗോ പറഞ്ഞതിന് ശേഷം ടൂവോ ഫോറോ യൂസ് ചെയ്യരുത്. സിമ്പിളായിട്ട് വി ഗോ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഐ ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ഇവൻ്റ് ആണ് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് നമ്മൾ പോയി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇവൻറ്റിന് നമ്മൾ പോയി എന്നെങ്ങനെ പറയും? ഇപ്പോൾ ഞാനൊരു ഡേറ്റിന് പോയി എന്ന് ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഗോ ഓൺ എ ഡേറ്റ്. ഞാനൊരു ഡേറ്റിന് പോയി. ഇനിയിപ്പോൾ ഞാനൊരു ട്രിപ്പിന് പോയി എന്നാണെങ്കിൽ എങ്ങനെ പറയും? ഐ ഗോ ഓൺ എ ട്രിപ്പ്. ഞാനൊരു ട്രിപ്പിന് പോയി. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൺ യൂസ് ചെയ്തിട്ട് പറയണം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡേറ്റ് അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണോ, ഒന്നെങ്കിൽ ടെമ്പിളിൽ പോവുക, അല്ലെങ്കിൽ സ്കൂളിൽ പോവുക, മാർക്കറ്റിൽ പോവുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഗോ ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക് പോയി. ഐ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയി. അപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷനോ ഒരു ലൊക്കേഷനോ പറയുന്ന സമയത്ത് ഗോക്ക് ശേഷം നമ്മൾ ടു യൂസ് ചെയ്യണം. നമ്മളൊരു സ്പെസിഫിക് ഇവൻ്റ് ആണ് പറയുന്നത്, ഇപ്പോൾ ഡേറ്റിന് പോയി അല്ലെങ്കിൽ ട്രിപ്പിന് പോയി പോലെയുള്ള സ്പെസിഫിക് ഇവൻ്റ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഓൺ യൂസ് ചെയ്യണം. അല്ല, ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ ആണ് അല്ലേ, ഷോപ്പ് ചെയ്യുക എന്നുള്ളതൊരു ആക്ഷനാണ്. അവിടെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രോസറീസ് ഒക്കെ വാങ്ങും. അപ്പം നമ്മളൊരു ആക്ഷൻ ആണ് പറയുന്നതെങ്കിൽ ഗോക്ക് ശേഷം നേരെ ആ ജെറണ്ട് ഫോം പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വളരെ കുഞ്ഞു മിസ്റ്റേക്കാണ്, ബട്ട് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കാതിരുന്നാൽ നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആവുകയും കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.